ബി.ജെ.പി മുഖ്യമന്ത്രിമാരുടെ യോഗം തുടരുകയാണ്. ഉത്തർപ്രദേശിലെ 10 നിയമസഭാ ഉപതിരഞ്ഞെടുപ്പും മറ്റ് ഉപതിരഞ്ഞെടുപ്പുകളിലെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. ഉത്തർപ്രദേശ് ബി.ജെ.പിയിലെ ഭിന്നതയടക്കം യോഗത്തിൽ ചർച്ചയായി എന്നാണ് വിവരം. ശരത്ലാൽ ചേരുന്നു. ശരത്ത്, ഈ ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ്. വിജയിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്ന ഭിന്നത അത് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് സമീപകാല സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സേതുലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ യോഗം വിളിച്ച് അതിൽ പൂർണ്ണ സമയം ഇരിക്കുകയാണ് പ്രധാനമന്ത്രി മൂലം അമിത്ഷായും രാജ്നാഥ് സിംഗും. ഇതൊക്കെ കാണുന്നത് വളരെ ഗൗരവത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശകലനം ഈ യോഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ കേന്ദ്ര സർക്കാരിന്റെയും നയങ്ങൾ സംസ്ഥാനങ്ങളിൽ വേണ്ട വിധത്തിൽ എത്തിക്കുന്നതിൽ മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടാകിയിട്ടുണ്ടെന്ന പ്രാഥമിക വിലയിരുത്തൽ ഇന്നലെ നടന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കാര്യത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉപമുഖ്യമന്ത്രി അടക്കമുള്ള വ്യക്തികളും അതുപോലെ ബി.ജെ.പി ഉത്തർപ്രദേശ് പ്രസിഡന്റും അധ്യക്ഷനും ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതൊക്കെ ചർച്ചയാവും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അതിനുശേഷമുള്ള കൂടിക്കാഴ്ചകൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വരുന്ന ഉപതെരഞ്ഞെടുപ്പ്, അതായത് ലോക്സഭ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ MLA രാജിവെച്ച 10 സീറ്റുകളാണ് UP-യിലുള്ളത്. അതേപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളുണ്ട്. തുടർച്ചയായി 31ഓളം സീറ്റുകൾ MLA സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കേരളമടക്കം അതിൽ ഉൾപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു മിനി തെരഞ്ഞെടുപ്പായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് സംസ്ഥാനങ്ങൾ ഉടനീളം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. അതേപോലെ തന്നെ കേന്ദ്ര ബജറ്റിലെ നിലവിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ബജറ്റിലെ പദ്ധതികൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനും ജനങ്ങളിൽ എത്തിക്കാനും നടപടി എടുക്കണമെന്നാണ് സേതുലക്ഷ്മി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെന്നാണ് നമുക്കറിയുന്നത്. ഏതായാലും യോഗം വൈകുന്നേരം വരെ തുടരും. സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്. ഡൽഹിയിൽ ബി.ജെ.പി മുഖ്യമന്ത്രിമാരുടെ യോഗം തുടരുകയാണ്. ഇതിൽ ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉത്തർപ്രദേശിലെ ബി.ജെ.പിയിൽ നിലനിൽക്കുന്ന ഭിന്നത അത് ഈ യോഗത്തിൽ ചർച്ചയാകുന്നു എന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ നീതി ആയോഗ് യോഗത്തിനൊക്കെ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നേരെ എത്തിയത് ബി.ജെ.പി ഓഫീസിലേക്കായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ ബി.ജെ.പിയിൽ സംഭവിക്കുന്ന പുതിയ സംഭവ വികാസങ്ങളൊക്കെയാണ്. ഇവരൊക്കെ ഇത്രയും സമയം യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ ഇതിലെ വന്ന ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ശരത്ലാലിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്.